ഹേ ഹലോ, ദിസ് ഇസ് മൈ ലാവണ്യ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണേ. എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് കുറച്ചൊരു ഹെക്ടിക് ഡേ ആയതുകൊണ്ട് രാവിലെ കുറച്ച് പീസ്ഫുൾ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ദിസ് ഇസ് 6 AM റൈറ്റ് നൗ. ഇന്ന് കുറച്ച് ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ഡേ ആണ്. അപ്പോൾ ഐ തോട്ട് ടു ക്യാപ്ചർ എവറിത്തിങ്. ഐ തോട്ട് ടു ടേക്ക് എ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് എനിക്ക് വർക്കൗട്ട് ചെയ്യാനുണ്ട്. സാധാരണ ഞാൻ രാവിലെ വാക്കിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഒരു 10,000 സ്റ്റെപ്സൊക്കെ രാവിലെ നടക്കാറുണ്ട്. ഇന്ന് എനിക്ക് അതിനെ പറ്റിയ സാഹചര്യമല്ല. നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞു. സ്കിപ്പിംഗ് ചെയ്യാണ്ടായിരുന്നത് 250 സ്കിപ്പിംഗ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തേ. കാരണം ഒത്തിരി ചെയ്യാനുള്ള സമയമില്ല. എനിക്ക് എൻ്റെ അനിയത്തിക്ക് ഒരു എക്സാം ഉണ്ട്. അപ്പോൾ അവളുടെ കൂടെ പോകണം. അതുമാത്രമല്ല 75 ഡേയ്സ് ചലഞ്ചിൽ എനിക്ക് 8 hours per day പഠിക്കണം. അതിനും സമയം കണ്ടുപിടിക്കണം. ആൾക്ക് എക്സാം ആയതുകൊണ്ട് 3 hours ഞാൻ അവിടെ ഫ്രീ ആയിരിക്കും. എനിക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം. ബാക്കി 5 hours അത് ഞാൻ അവിടെ കണ്ടുപിടിക്കാൻ എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ ചെയ്തേ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് ബാക്കി പരിപാടി എന്താ നോക്കാം. നമുക്കൊന്ന് ഫുഡ് എടുത്തിട്ട് പോകണം. അപ്പോൾ അമ്മ ഒന്ന് പൊതിച്ചോറുണ്ടാക്കി തരാമെന്ന് പണ്ട് അമ്മയ്ക്കിന്ന് വിസിറ്റ് ചെയ്യാം. അമ്മയ്ക്കിന്ന് എവിടെയോ നമ്മുടെ ഫ്രണ്ട് കൂടെ ഹോസ്പിറ്റലൊക്കെ പോകുന്ന ദിവസം അമ്മ ഇപ്പോൾ ഇറങ്ങാം. ഞങ്ങളെയൊക്കെ മുന്നേ പോകും. ഞങ്ങൾക്കൊരു 9 o'clock ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയാൽ മതി. നോക്കട്ടെ, ഒന്നുകിൽ അമ്മയെ പോയി കുറച്ച് ഹെൽപ്പ് ചെയ്യാം, എന്തെങ്കിലും പരിപാടി പിടിക്കാം. പിന്നെ ഞാൻ നേരെ പോയി അമ്മനെ കുറച്ച് സഹായിച്ചു. ഉപ്പേരി വറവിടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ എൻ്റെ അടുത്ത് പാല് വാങ്ങിച്ച് തരാൻ പറഞ്ഞിട്ട് എന്നെ അതിന് പറഞ്ഞു കിട്ടും. നമുക്ക് പാല് വാങ്ങിക്കാൻ പോകാം. കണ്ടോ, തുക്കോത്രൊക്കെ ആയിട്ടോടെ പോകണേ. ഞാനിവിടെ അടുത്ത വീട്ടിൽ കല്യാണമുള്ളതുകൊണ്ട് ഞാൻ നല്ല ഷൈ അത് കൂടെ പോകാം. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് പോയിച്ച് വാങ്ങിയിട്ട് വരാം. ഇപ്പോൾ സമയം 7:11 ആയിട്ടുണ്ട്. ഏകദേശം ഒരു 7:15 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അങ്ങനത്തെ പരിപാടി കൊണ്ട് എൻ്റെ ഇടയ്ക്കൊന്ന് പോയിട്ട് പാല് വാങ്ങിച്ചിട്ട് വരികയൊക്കെ ചെയ്തു. നമ്മളൊരു 9 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇപ്പോൾ 7:15 ആയിട്ടുള്ളൂ. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് റെഡി ആയി കഴിഞ്ഞാൽ ഒരു 9 മണി വരെ എനിക്ക് ഇരുന്ന് പഠിക്കാൻ സമയം കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വേഗം പോയിട്ട് ഫുഡ് പാക്ക് ചെയ്യലും റെഡി ആവലും കുളിക്കലും എല്ലാം വേഗം കഴിക്കട്ടെ. അപ്പോൾ കുളി പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് ഫുഡ് പാക്ക് ചെയ്യാനുണ്ട്. പിന്നെ 8 മണിയാകുമ്പോൾ പഠിക്കാമെന്ന് വിചാരിച്ചപ്പോൾ 7:54 നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ കുറച്ച് നേരം കൂടി ഇരിക്കണം. പിന്നെ ഡ്രസ്സ് അയൺ ചെയ്യാനൊക്കെ ഉണ്ട്. അറിയില്ല, അരമണിക്കൂറെങ്കിലും ഇന്ന് പഠിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഇത് ഞാൻ നേരെ പോയിട്ട് ഞങ്ങൾക്കുള്ള ഫുഡ് പാക്ക് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് 2 പേർക്കുള്ള ചോറ് ഒരു ഇലയിലാണ് എടുക്കുന്നത്. മുതിരപ്പേരി ഉണ്ടായിരുന്നു, മുട്ടത്തോരൻ ഉണ്ടായിരുന്നു. മുട്ടത്തോരൻ ഭയങ്കര ടേസ്റ്റാണ് അമ്മ ഉണ്ടാക്കുന്നത്. പിന്നെ ഉപ്പുമാങ്ങ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര യമ്മിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കാന്താരി മുളക് പൊടി വെച്ചു. അങ്ങനെ ഞാൻ എല്ലാം കൂടെ ഇത് റാപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കാം. പുട്ടും മധുരമാണ്. അപ്പോൾ ഫുഡ് കഴിച്ച് ഇനി റെഡി ആവുന്ന സമയം തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത പോലെ പഠിക്കാൻ സമയം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റെഡി ആവാൻ നോക്കണം. നിങ്ങൾക്ക് പുട്ട് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടം. പുട്ട് മുതിര, പുട്ട് ചെറുപയർ ഭയങ്കര ഇഷ്ടം. പക്ഷേ എൻ്റെ അനിയത്തിക്കൊന്നും പുട്ട് തീരെ ഇഷ്ടമല്ല. ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും പുട്ടുണ്ടാക്കും അമ്മ. അപ്പോൾ എൻ്റെ അനിയത്തിക്ക് ഭയങ്കര സാഡാണ് ഞാൻ വന്ന ബ്രേക്ക്ഫാസ്റ്റിന് കാര്യം. അപ്പോൾ ഞാൻ വന്നത് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. ഇനി റെഡി ആവണം. റെഡി ആയിട്ട് വേഗം പോകാൻ നോക്കണം. ഇപ്പോൾ 8:30 ആയി. അപ്പോൾ ഒരു അരമണിക്കൂറിൽ ഇറങ്ങണം. വിചാരിച്ച പോലെ സമയം കിട്ടിയിട്ടില്ല. ഇനി ഡ്രസ്സ് അയൺ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ചെയ്യുന്നില്ല വിചാരിച്ചു. വലിയ ചുളിവൊന്നുമില്ല. നല്ല ആക്ഷൻ ചുളിവ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ഞാൻ ബസ്സിലൊക്കെ പോയി കയറി പോകാനാണല്ലോ. അപ്പോൾ എന്തായാലും അയൺ ചെയ്താലും ചുളിവൊക്കെ വരും. അപ്പോൾ ഇനി വേഗം റെഡി ആവട്ടെ. പ്രത്യേകിച്ച് നമുക്ക് പോകാൻ നോക്കാം. ഞാൻ ഓക്കെ അല്ലേ ആണെന്നാണ് എൻ്റെ നിഗമനം. 8:51. ഇപ്പോൾ കറക്റ്റ് സമയത്ത് ഇറങ്ങാൻ പറ്റും. അതിൻ്റെ ഇടയിൽ പഠിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അത് നടന്നിട്ടില്ല. ഇനി പോണ വഴിക്കൊക്കെ ആയിട്ട് ബസ്സിലൊക്കെ ഇന്ന് കുറച്ച് നേരം പഠിക്കാൻ കാരണം കുറച്ചധികം സമയം നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വരുന്ന വഴിക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് പോയി തരാം കേട്ടോ. അങ്ങനെ അതേ ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ കാണുന്നതാണ് പട്ടാമ്പി പുഴ. അങ്ങനെ ഏകദേശം ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ സൈലത്തിൻ്റെ ക്യാമ്പസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ പോയി ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. എന്നിട്ട് അവിടെ അടുത്തുള്ളൊരു ക്ലാസ് റൂമിൽ പോയിരുന്ന് ഞങ്ങൾ കുറച്ച് നേരം പഠിച്ചു. ആൾക്കും കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ എനിക്കും പഠിക്കാനുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ചൊക്കെ ബസ്സിൽ പോകുന്ന സമയത്ത് ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ സമയം അവൾ എക്സാം കഴിയുന്നവരെ പിന്നെ ഞാൻ അവിടെ തന്നെ ഇരുന്ന് പഠിച്ചു കുറേ സമയം. പിന്നെ അവൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ 5:15 ആയി വരാൻ. പിന്നെ നേരെ ബസ് പിടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ഞങ്ങൾക്കാണെങ്കിൽ ഇന്നൊരു കല്യാണ റിസപ്ഷൻ ഉണ്ടായിരുന്നു.
ഞാനാണെങ്കിൽ പൊതുവേ നാട്ടിലില്ലാത്തതുകൊണ്ട് അങ്ങനെ അടുത്ത വീട്ടിലെയും അടുത്ത റിലേറ്റീവ്സിൻ്റെ കല്യാണങ്ങൾക്കൊന്നും എനിക്ക് കുറേ നാളായിട്ട് പങ്കെടുക്കാൻ പറ്റാറില്ല. അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ നെയ്ബറുടെ മാരേജിന് പങ്കെടുക്കുന്നത്. അങ്ങനെ അവിടെ പോയി ഞങ്ങൾ നന്നായി ഭക്ഷണം കഴിച്ചു. നല്ല യമ്മി ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ എത്തിയപ്പോൾ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരുവിധ ആളുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ആളുകളൊന്നുമില്ല, മൊത്തം വേക്കൻ്റ് ആയി കിടക്കുകയാണ്. പിന്നെ ആ ഡെക്കോർ കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല എലഗൻ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പുറത്ത് പോയി ഞങ്ങളെല്ലാവരും കൂടെ ഒരു ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ചു. എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം. മൊത്തം കിളി പോയ അവസ്ഥയായിരുന്നു. എനിക്കാണെങ്കിൽ ഒരു 2.5 hours പഠിക്കാനുള്ളത് കൊണ്ട് കംപ്ലീറ്റ്ലി കിടന്ന് ഉറങ്ങാനോ റെസ്റ്റ് എടുക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് ഫ്രഷായിട്ട് വന്നു. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ കണ്ടോ, ഞാൻ നല്ല ഫ്രഷായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അറിയാലോ, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല, ഇന്ന് പഠിക്കുക. കാരണം നേരത്തെ പഠിച്ചാൽ നേരത്തെ കിടന്നുറങ്ങാം, അതാണ് ഉദ്ദേശം. അത്രയും ടയേർഡായിട്ടുണ്ടായിരുന്നു. ഒരുവിധമൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നതിന് പകരം നേരിട്ട് ക്യാമറ നോക്കി സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ എനിക്ക് കുറച്ച് എൻ്റെ പണി എളുപ്പമാണ്. അത് മാത്രമല്ല കുറച്ചുകൂടി ഈസിയാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എന്നാൽ അങ്ങനെ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. അവിടുന്ന് പോയതിന് ശേഷം ഭയങ്കര ബിസി ആയിരുന്നു. പിന്നെ എനിക്ക് 8 hours പഠിക്കണം എന്നുള്ളത് കാരണം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ബസ്സിൽ നിന്നൊക്കെ ആയിട്ട് കുറച്ച് പഠിച്ചു. പിന്നെ അവിടെ പോയിട്ട് എനിക്ക് കുറച്ച് സമയം കിട്ടി. ഞങ്ങളവിടെ ഒരു 11:45 12 മണിയൊക്കെ ആകുമ്പോഴേക്ക് എത്തിയപ്പോൾ വേഗം ഫുഡ് വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് പഠിച്ചു. പിന്നെ എക്സാമിൻ്റെ ടൈം, അവൾക്ക് എക്സാം ഉണ്ടായിരുന്ന സമയത്ത് 3 hours എല്ലാം കൂടി അവിടെ വരുമ്പോഴത്തേക്ക് ഒരു 5 hours and 32 minutes എന്തോ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് വരുമ്പോൾ വേണമെങ്കിൽ പഠിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് വരാം, പുറത്ത് കാഴ്ച കണ്ടിട്ട് വരാം എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു. പിന്നെ ഞാനിവിടെ വന്നതിന് ശേഷം നേരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ എൻ്റെ നെയ്ബറുടെ കല്യാണമാണെന്ന്. അപ്പോൾ അതിൻ്റെ റിസപ്ഷന് പോയി. അവിടെ പോയി നന്നായി ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് തിരിച്ച് വന്ന് ഇതിപ്പോൾ ഫ്രഷായി ഞാൻ പഠിക്കാനിട്ട് കുറേ നേരമായിട്ട് അവിടെ റിലേറ്റീവ്സൊക്കെ ഉള്ളതുകൊണ്ട്, റിലേറ്റീവ്സ് അല്ല എൻ്റെ കസിൻസൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരം അവരെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സംസാരിക്കാൻ തീരുന്നില്ല, കാരണം എനിക്കിത് ഫിനിഷ് ചെയ്യണം എന്നുള്ളതുകൊണ്ട്. കാരണം രാവിലെ എഴുന്നേറ്റ് നാളെ ഓടാൻ പോകുന്നതാണ്. അപ്പോൾ അവിടെ ടൈം വേസ്റ്റ് ചെയ്ത് എനിക്കിത് 8 hours ഫിനിഷ് ചെയ്തിട്ട് രാവിലെ നാളെ എഴുന്നേറ്റ് ഓടാൻ പോക്ക് നടക്കില്ല. അപ്പോൾ ഞാൻ നേരെ വന്നിരുന്ന് പഠിച്ചു. അപ്പോൾ പഠിച്ചപ്പോൾ ഒരു 7 hours അടുത്ത് ആയി കാണും. നീ ഇത് വേഗം ഫിനിഷ് ചെയ്തിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ. ഇനി ബാക്കി വേറെ ഒരു പരിപാടിയില്ല, ഇത് ഫിനിഷ് ചെയ്യാം. ഇപ്പോൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുക, ഇത് ഫിനിഷ് ചെയ്യുക, കിടന്നുറങ്ങാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാനൊരു 12:30 വരെയൊക്കെ ഇരുന്ന് എൻ്റെ 8 hours ഫിനിഷ് ചെയ്തിട്ടാണ് കിടന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.